നമസ്കാരം. സെന്ററുകൾക്കിടയിലുള്ള മൗണ്ടിംഗ് ജോബുകളെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യുവാനാകും. സെന്ററുകൾക്കിടയിൽ ടേണിംഗ് വർക്ക് തയ്യാറാക്കുക. ലൈവ് ആൻഡ് ഡെഡ് സെന്റർ ശരിയായി സെറ്റ് ചെയ്യുക. ക്യാച്ച് പ്ലേറ്റ് ഫിക്സ് ചെയ്യുക. ബെൻഡ് ടെയിൽ കാരിയർ സെറ്റ് ചെയ്യുക. വർക്കിനെ സെന്ററിൽ താങ്ങി നിർത്തുക എന്നിവ. ഈ പ്രവർത്തനം നടത്തുവാനാവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: ഫേസിംഗ് ടൂൾ, സെന്റർ ഡ്രിൽ, ഡ്രിൽ ചക്ക്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ലൈവ് സെന്റർ, ഡെഡ് സെന്റർ, ലെയ്ത്ത് കാരിയർ, സർഫേസ് ഗേജ്. സെന്ററുകൾക്കിടയിൽ ടേണിംഗ് വർക്ക് പീസ് തയ്യാറാക്കുവാൻ നമുക്കിപ്പോൾ പഠിക്കാം. സെന്ററുകൾക്കിടയിൽ ടേണിംഗ് ചെയ്യുമ്പോൾ വർക്ക് പീസ് ഡ്രോയിങ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാതാകുന്നു. യഥാർത്ഥ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻപ് വർക്ക് പീസിൽ ഇനി പറയുന്ന തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. വർക്ക് പീസിന്റെ രണ്ടറ്റങ്ങളും ഫേസ് ചെയ്യുക. രണ്ടറ്റത്തും സെന്റർ ഡ്രില്ലിംഗ് നടത്തുക. സ്പിൻഡിൽ നോസിൽ നിന്ന് ചക്ക് നീക്കം ചെയ്യുക. ഡ്രൈവിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ക്യാച്ച് പ്ലേറ്റ് ഫിക്സ് ചെയ്യുക. സ്പിൻഡിൽ നോസിലേക്ക് സ്പിൻഡിൽ സ്ലീവ് ഫിക്സ് ചെയ്യുക. സ്ലീവിലേക്ക് ലൈവ് സെന്റർ ഫിക്സ് ചെയ്യുക. സ്പിൻഡിൽ സ്ലീവിനും ലൈവ് സെന്ററിനും കേടുപാടുകൾ, ബറുകൾ എന്നിവ ഇല്ല എന്നും നന്നായി വൃത്തിയാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഒരു ചോക്കിന്റെ സഹായത്തോടെ ലൈവ് സെന്ററിന്റെ യഥാർത്ഥ വർക്കിംഗ് പരിശോധിക്കുക. വർക്കിന്റെ വ്യാസമനുസരിച്ച് അനുയോജ്യമായ ഒരു ലെയ്ത്ത് കാരിയർ തിരഞ്ഞെടുത്ത് ബെൻഡ് ടെയിൽ പുറത്തേക്ക് പോയിന്റ് ചെയ്യുന്ന രീതി വർക്കിന്റെ ഒരറ്റത്ത് ഫിക്സ് ചെയ്യുക. ഫിനിഷ്ഡ് സർഫേസുള്ള വർക്ക് പീസ് സ്ക്രൂവിന്റെ അറ്റത്തിനും കാരിയറിലെ വർക്ക് സ്പീഡിനുമിടയിൽ ഒരു ചെറിയ ചെമ്പ് അല്ലെങ്കിൽ പിച്ചള ഷീറ്റ് കയറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിലിൽ ഡെഡ് സെന്റർ മൗണ്ട് ചെയ്യുക. ലൈവ് ആൻഡ് ഡെഡ് സെന്റർ അലൈൻമെന്റ് പരിശോധിക്കുക. ടെയിൽ സ്റ്റോക്ക് ഡെഡ് സെന്റർ എൻഗേജ്മെന്റ് ആകുവാൻ വർക്ക് പീസിന്റെ സെന്റർ ഹോളിൽ ഗ്രീസ് പുരട്ടുക. വർക്ക് പീസിന്റെ നീളത്തിന് അനുയോജ്യമായ രീതിയിൽ ബെഡിലെ ഒരു സ്ഥാനത്തേക്ക് ടെയിൽ സ്റ്റോക്ക് നീക്കുക. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ടെയിൽ സ്റ്റോക്കിൽ നിന്ന് ഏകദേശം 60 മുതൽ 100 മില്ലിമീറ്റർ വരെ നീട്ടണം. ടെയിൽ സ്റ്റോക്ക് ക്ലാമ്പ് നട്ട് ഉപയോഗിച്ച് ടെയിൽ സ്റ്റോക്കിനെ ഉറപ്പിക്കുക. ക്യാച്ച് പ്ലേറ്റിലെ സ്ലോട്ടിൽ ലൈവ് സെന്റർ പോയിന്റും ലെയ്ത്ത് കാരിയറിന്റെ ടെയിലും ഉപയോഗിച്ച് വർക്ക് സെന്ററിൽ ഹോൾ ഇടുക. ഡ്രൈവിംഗ് പ്ലേറ്റിലെ സ്ലോട്ടിന്റെ അടിയിൽ ലെയ്ത്ത് കാരിയറിന്റെ ടെയിൽ റെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഡെഡ് സെന്റർ പോയിന്റ് വർക്ക് പീസിന്റെ സെന്റർ ഹോളിൽ സീറ്റിംഗ് ആകുന്നതുവരെ
ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിലിന്റെ ഹാൻഡ് വീൽ ഉപയോഗിച്ച് മൂവ് ചെയ്യുക. ചെറിയ ടൈറ്റ് മാത്രം അനുഭവപ്പെടുന്നതുവരെ ഹാൻഡിൽ വീൽ ക്രമീകരിക്കുമ്പോൾ കാരിയറിന്റെ വീൽ മുന്നോട്ടും പിന്നോട്ടും നീക്കുക. ഈ സ്ഥാനത്ത് ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ക്ലാമ്പ് ഫിക്സ് ചെയ്ത് ടൈറ്റ്നസ് മാറുന്നില്ലെന്ന് പരിശോധിക്കുക. മെഷീൻ ഏകദേശം 250 RPM സജ്ജമാക്കി കുറച്ച് സെക്കൻഡ് നേരം പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. ടൈറ്റ്നസിനായി ഒരിക്കൽ കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ക്രമീകരിക്കുക. വോക്ക് ഇപ്പോൾ പ്രവർത്തനത്തിന് തയ്യാറാണ്. വർക്ക് പീസ് സെന്ററുകൾക്കിടയിൽ ഹോൾഡ് ചെയ്യുന്നതിന് മുൻപ് സെന്ററുകൾ കൃത്യമായി അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നമ്മളിന്ന് ഇനി പറയുന്നവ പഠിച്ചു. സെന്ററുകൾക്കിടയിൽ ടേണിംഗ് വർക്ക് പ്രിപ്പയർ ചെയ്യുക. ലൈവ് ആൻഡ് ഡെഡ് സെന്റർ ശരിയായി ഫിക്സ് ചെയ്യുക. ക്യാച്ച് പ്ലേറ്റ് മൗണ്ട് ചെയ്യുക. ബെൻ ടെയിൽ കാരിയർ സജ്ജമാക്കുക. സെന്ററുകൾക്കിടയിൽ ജോബ് ഫിക്സ് ചെയ്യുക എന്നിവ. സെന്ററുകൾക്കിടയിലുള്ള മൗണ്ടിംഗ് ജോബുകളെക്കുറിച്ചാണ് ഈ സെഷനിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.